മഹാകുംഭമേളയെ അധിക്ഷേപിച്ച് CPM നേതാവും രാജ്യസഭാംഗവുമായിട്ടുള്ള ജോൺ ബ്രിട്ടാസ്. അദ്ദേഹം ഈ കാര്യം പറയുമ്പോൾ ഞങ്ങൾ കുറച്ച് പുറകിലേക്കൊന്ന് ചിന്തിക്കുകയാണ്. അതായത് പണ്ട് കമ്പ്യൂട്ടറൊക്കെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സഖാക്കന്മാർ എല്ലാം കൂടി ഒരു പുസ്തകം അങ്ങ് അടിച്ചിറക്കി. അതിൻ്റെ പേരിങ്ങനെയാണ്, തൊഴിൽ തിന്നുന്ന ഭഗൻ. ചുരുക്കി പറഞ്ഞാൽ കമ്പ്യൂട്ടർ വൽക്കരണത്തിനെതിരെ ചിന്താവാരിക പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം. ആ പുസ്തകത്തിന്റെ ആദ്യ പേജിൽ പറയുന്നതാകട്ടെ, കമ്പ്യൂട്ടറിന്റെ കടന്നുകയറ്റത്തെ പറ്റി അങ്ങ് എല്ലാം ഉണ്ടെന്നാണ്. അതായത് IT-യും കമ്പ്യൂട്ടറും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്കും എതിരായിട്ടെന്നൊക്കെ പറഞ്ഞു പരത്തി അന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ CPM ഇറക്കിയ പുസ്തകം. എന്നാൽ ഇപ്പോഴാകട്ടെ അതേ സാങ്കേതിക വിദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് കുംഭമേളയ്ക്കെതിരെ ജോൺ ബ്രിട്ടാസിന്റെ ആരോപണം വന്നിരിക്കുകയാണ്. സാങ്കേതികയുടെ കാലത്ത് ചൈന പോലുള്ള രാജ്യങ്ങൾ തിരമാലകൾ സൃഷ്ടിക്കുമ്പോൾ ഇന്ത്യ കുംഭമേളയിൽ മുങ്ങിക്കളിക്കുകയാണ് എന്നാണ് ഇദ്ദേഹം ആക്ഷേപിക്കുന്നത്. നോക്കുക, മതപരമായിട്ടുള്ള ആചാരത്തിനെതിരെയാണ് ഇദ്ദേഹത്തിന്റെ വിമർശനം. എന്നാൽ മറ്റ് CPM നേതാക്കൾ ഒന്നും തന്നെ ഇത്തരത്തിലൊരു വിമർശനം നടത്തിയിട്ടില്ല. അത് മാത്രമല്ല, ശബരിമലയിൽ സ്ത്രീ പ്രവേശനം മുതൽക്കുള്ള ജോൺ ബ്രിട്ടാസിന്റെ നിലപാടുകളെല്ലാം ഇതേ രീതിയിൽ തന്നെയായിരുന്നു. എന്നാൽ ഇതേസമയം മറ്റു മതങ്ങളിലും ഇത്തരം രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഉണ്ടെന്നത് ഓർക്കുക. അത്തരം കാര്യങ്ങളിലൊന്നും തന്നെ കമ എന്നൊരു അക്ഷരം മിണ്ടാത്ത ബ്രിട്ടാസാണ് ഇപ്പോൾ ചൈനയിലെ IT-യെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. അദ്ദേഹം മനസ്സിലാക്കാത്ത പോയ ഒരു കാര്യമുണ്ട്. അന്യരാജ്യത്തെ അല്ല നോക്കേണ്ടത്, നമ്മുടെ ഇന്ത്യയാണ് IT-യിൽ നമ്പർ 1. എന്നാൽ അതൊക്കെ വിസ്മരിച്ചുകൊണ്ട് ചൈനയുടെ സാങ്കേതികയെ പുകഴ്ത്തുകയാണ് അദ്ദേഹം. അതിന് താരതമ്യപ്പെടുത്താൻ നോക്കിയതാകട്ടെ കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസമായ മഹാകുംഭമേളയും. അതേസമയം ബ്രിട്ടാസിന്റെ ഈ പോസ്റ്റിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് മാധ്യമപ്രവർത്തകൻ അനിൽ നമ്പ്യാർ. അദ്ദേഹത്തിന്റെ വാക്കുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: അമ്പിളിമാമനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളെ കണ്ടിട്ടില്ലേ? ഇത് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം ബ്രിട്ടാസിന് മറുപടി നൽകുന്നത്. അതേസമയം ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റിനോട് പ്രതികരിക്കുമ്പോഴായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ കുംഭമേളയ്ക്ക് നേരെയുള്ള അധിക്ഷേപം. മൗനി അമാവാസ്യ എന്ന 144 വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന വിശുദ്ധമായ ഗ്രഹനിലകളാൽ അനുഗ്രഹപ്പെട്ട ജനുവരി 29-ന് കോടിക്കണക്കിന് പേർ ത്രിവേണി സംഗമത്തിൽ മുങ്ങിക്കുളിച്ച് പുണ്യം നേടി ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് ജോൺ ബ്രിട്ടാസ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് ചൈന പോലുള്ള രാജ്യങ്ങൾ തിരമാലകൾ സൃഷ്ടിക്കുമ്പോൾ ഇന്ത്യ കുംഭമേളയിൽ മുങ്ങിക്കളിക്കുകയാണ്. അതിന്റെ മറ്റൊരു രാഷ്ട്രീയ ഡോക്യുമെന്ററിയാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്നായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ പരിഹാസം. സെമി കണ്ടക്ടർ, ബഹിരാകാശ സാങ്കേതിക വിദ്യാ മേഖലകളിൽ ഗവേഷണവും വികസനവും നടത്താൻ 1 ലക്ഷം കോടി രൂപ ബഡ്ജറ്റിൽ നീക്കിവെച്ചപ്പോഴാണ് ഇന്ത്യയുടെ സാങ്കേതിക രംഗത്തെ സർക്കാർ ഇടപെടലിനെ ബ്രിട്ടാസ് വിമർശിക്കുന്നത്. മാത്രമല്ല, ChatGPT മാതൃകയിൽ ഇന്ത്യയും അടുത്ത 10 മാസത്തിനകം സ്വന്തം ആപ്പ് വികസിപ്പിക്കുമെന്ന് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രസ്താവിച്ചിട്ട് ചൂടാറിയിട്ട് പോലുമില്ല. നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റിൽ കുംഭമേളയെക്കുറിച്ചോ ഹൈന്ദവ ക്ഷേത്രങ്ങളെക്കുറിച്ചോ ഒന്നും കാര്യമായ പരാമർശങ്ങൾ ഇല്ലാതിരിക്കെ കൂടിയാണ് ജോൺ ബ്രിട്ടാസിന്റെ ഈ പ്രതികരണം എന്നത് ഓർക്കുക. അതുമാത്രമല്ല, മധ്യവർഗത്തിന് സ്വാധീനമുള്ള ഡൽഹിയിലെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനാണ് ആദായ നികുതിയിൽ 12 ലക്ഷം വരെയുള്ള വരുമാനത്തിൽ ഇളവ് അനുവദിച്ചതെന്നും ജോൺ ബ്രിട്ടാസ് പറയുന്നു. ബീഹാർ എന്ന 6 ബഡ്ജറ്റിൽ പരാമർശിച്ചെന്നാണ് ബ്രിട്ടാസിന്റെ മറ്റൊരു വിമർശനവും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.